പരിശ്രമം ചെയ്യുകിലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ. ഏവർക്കും സുപരിചിതമായ ഈ വരികളെ അനർത്ഥമാക്കി ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അനേകരെ നമുക്കറിയാം. അവരുടെ വിജയകഥകൾ നമ്മെ ഗണ്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കൃഷിയിലും അനുബന്ധ മേഖലകളിലും അധ്വാനത്തിലൂടെ വെന്നിക്കൊടി പാറിച്ച കർഷക പ്രതിഭകൾ നിരവധിയാണ്. ഇവരിൽ അനുകരണീയമായ മാതൃകകൾ കാഴ്ചവെച്ച കർഷക ദമ്പതികളാണ് പ്രകാശും സുധാറാണിയും. മണ്ണും മനസ്സും ഒന്നാക്കി മാറ്റിയ ഇവർ സൗദിയിലും ദുബായിലുമൊക്കെയായി 36 വർഷക്കാലം സേവനം അനുഷ്ഠിച്ച ശേഷം തിരികെ നാട്ടിലെത്തി ചെങ്ങന്നൂരിനടുത്ത് കാരക്കാട്ട് സ്ഥിരതാമസമുറപ്പിച്ചു. കൃഷിയോടുള്ള അടങ്ങാത്ത പ്രതിപത്തി മൂലം ആ മേഖലയിലേക്ക് തിരിയാൻ ഈ ദമ്പതികൾ തീരുമാനിച്ചു. കാടും പടലും പിടിച്ചുകിടന്ന 80 സെന്റ് സ്വന്തം ഭൂമി വെട്ടിത്തെളിച്ച് ഒരു പരീക്ഷണമെന്നോണം കൃഷി ചെയ്യാൻ ആരംഭിച്ചു. മാനസികോല്ലാസത്തിനു പുറമെ കൃഷിയിൽ നിന്ന് ലാഭം നേടാമെന്നുകൂടി മനസ്സിലാക്കിയപ്പോൾ ആവേശം വർദ്ധിച്ചു. ഗൾഫുകാരന്റെ റോളിൽ നിന്നും കൃഷിക്കാരനിലേക്കുള്ള വേഷപകർച്ചയ്ക്ക് 2 വർഷത്തെ തിളക്കം. വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം വിശ്രമ ജീവിതത്തിൽ കാർഷിക മേഖലയിലേക്ക് തിരിയാനുണ്ടായ കാരണം എന്താണ്? വിശ്രമ ജീവിതം ആഹ്ലാദകരമായി തീരാൻ വേണ്ടിയാണ് ഞാൻ കൃഷിയിലോട്ട് ഇറങ്ങിയത്. കാരണം വീട്ടിലിരുന്ന് വെറുതെ ബോറടിക്കാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻഗേജഡായിരിക്കുക, അത് ശരീരത്തിന് പ്രത്യേകിച്ചും മനസ്സിനും സന്തോഷം തരുന്ന ഒരു മാർഗമായി തോന്നിയുകൊണ്ട് കൃഷിയിലോട്ട് വന്നു. സാറും ഭാര്യയും ഒരുമിച്ചുള്ള ഒരു ദിവസത്തെ കാർഷിക ജീവിതം ഒന്ന് വിശദീകരിക്കാമോ? ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ താമസ സ്ഥലം. ഞാനും ഭാര്യയും രാവിലെ 9 മണി കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഞാനും ഭാര്യയും ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഇവിടുത്തെ കൃഷിയിടങ്ങളിൽ പോയി അത്യാവശ്യം വേണ്ടുന്ന വെള്ളം ഒഴിക്കുക, വളമിടുക, അങ്ങനെയുള്ള കാര്യം ചെയ്യും. സഹായിയായിട്ട് ഒരാളുണ്ട്. അധ്വാനം കൂടുതലുള്ള ജോലികളൊക്കെ പുള്ളി ചെയ്യും. ബാക്കിയുള്ള വിളകൾ ശേഖരിക്കുക, ഇതിന് വെള്ളമൊഴിക്കുക, വളമിടുക, അങ്ങനെയുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും. നല്ല വെയിലായ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ജോലി നിർത്തിയിട്ട് ഇവിടെ വീടുണ്ട്, ഫാം ഹൗസ് ഉണ്ട്, അവിടെ വിശ്രമിക്കും. എന്നിട്ട് 2-3 മണിയാകുമ്പോൾ വീണ്ടും ഇറങ്ങും. 6 മണി വരെ വീണ്ടും ഇവിടെ തന്നെ പണികളൊക്കെ ചെയ്യും. അത് കഴിയുമ്പോൾ ഇവിടുന്ന് അന്നത്തെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ ആയിട്ട് വീട്ടിൽ പോവും. ചെങ്ങന്നൂരിലെ കാരക്കാട്ടു നിന്നും നിത്യേന രാവിലെ 9 മണിക്ക് 4 കിലോമീറ്റർ ദൂരത്തിലുള്ള സ്വന്തം കൃഷിഭൂമിയായ കോമളത്ത് അഗ്രോ ഫാമിൽ എത്തുന്ന പ്രകാശ് സുധാറാണി ദമ്പതികൾ കൃഷിയിടത്തിലെത്തി ഔട്ട് ഹൌസിൽ നിന്നും വർക്കിംഗ് ഡ്രസ് അണിഞ്ഞ് തൂമ്പയും വളവുമൊക്കെയായി ഒരു നിയോഗം പോലെ ആ കർഷക മനസ്സുകൾ ഒരുമയോടെ അവരുടെ നല്ല മണ്ണിലേക്ക്, പിന്നെ കിളയ്ക്കലായി, വളമിടലായി, കളയെടുക്കലായി, ജലസേചനമായി, കീടങ്ങളെ അകറ്റലായി, വിള നിരീക്ഷിക്കലായി, വിളവെടുക്കലായി. തരിശുകിടന്ന ഭൂമി സ്വന്തം അധ്വാനത്താൽ ഇളക്കിമറിച്ച് തക്കാളിയും പാവലും വെള്ളരിയുമൊക്കെ നട്ടുവളർത്തവേ ആ പുതുമണ്ണ് നൽകിയ അപ്രതീക്ഷിത വിജയം പ്രകാശിനെയും സുധാറാണിയെയും മറ്റ് കൃഷിവിളകളും നട്ടുവളർത്താൻ പ്രേരിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഒട്ടും വൈകിയില്ല. വിവിധതരം മുളകുകൾ, വെണ്ട, പയർ, കോവൽ, റെഡ് ലേഡി പപ്പായ, കറിവേപ്പ്, പലയിനം വാഴകൾ, ചീര തുടങ്ങിയ കാർഷിക വിളകളാൽ കൃഷിഭൂമി സമൃദ്ധമാകുകയായിരുന്നു. താങ്കളുടെ കൃഷി രീതിയെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ഓപ്പൺ പ്രിസിഷൻ ഫാം എന്ന രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ ഒരിടത്തിൽ മൊത്തമായിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഇട്ടിട്ടുണ്ട്. ഞാൻ കളകൾ കൂടുതൽ വളരാതിരിക്കാൻ വേണ്ടി മൾച്ചിങ് ഷീറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആണ്ടിൽ എല്ലാ ദിവസവും 365 ദിവസവും കൃഷി ചെയ്യാൻ വേണ്ടി മഴമറ ഉപയോഗിക്കുന്നുണ്ട്. മഴമറ ഞാനൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വളവും വെള്ളവും ഒരുമിച്ച് കൊടുക്കുന്ന ഫെർട്ടിഗേഷൻ രീതിയിലാണ് കൃഷികൾക്ക് വളം കൊടുക്കുന്നത്. പിന്നെ സേഫ് ടു ഈറ്റ് വെജിറ്റബിൾസ് ആണ് ഉണ്ടാക്കുന്നത്. അതായത് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ്, അങ്ങനെ ഗവൺമെൻറ് സിസ്റ്റം ഉണ്ട് ഇപ്പം. അതായത് കീടനാശിനികളും രാസവളങ്ങളും പരമാവധി കുറച്ച്
നല്ല വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ രീതിയാണ് ഞാൻ പിന്തുടർന്നു പോകുന്നത്. പൂർണ്ണമായും ജൈവവള പ്രയോഗ രീതിയാണ് പ്രകാശ് തന്റെ കൃഷിയിടത്തിൽ അവലംബിക്കുന്നത്. അതിനായി സ്വന്തമായി മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കുന്നു. പതിനാറടി നീളത്തിലും 9 അടി വീതിയിലുമുള്ള 2 ടാങ്കുകളിലാണ് വെർമി കമ്പോസ്റ്റ് നിർമ്മാണം. 2.5 അടി ഉയരമുള്ള ടാങ്കിൽ എലിയും മറ്റ് ജന്തുക്കളും കയറാതിരിക്കാൻ ടാങ്കിന് മുകളിൽ നെറ്റ് വിരിച്ചിരിക്കുന്നു. ഉറുമ്പ് കയറാതിരിക്കാൻ ടാങ്കിന്റെ അടിവശത്ത് ചാല് കെട്ടി വെള്ളം നിറച്ചിരിക്കുന്നു. പച്ചക്കറി വേസ്റ്റ്, വാഴത്തട, കേടായ വാഴക്കൊമ്പ് എന്നിവ കുത്തിയരിഞ്ഞ് അതിൽ മണ്ണിരകളെ കടത്തിവിട്ടാണ് വെർമി കമ്പോസ്റ്റ് നിർമ്മിക്കുന്നത്. ഇവിടുത്തെ ജൈവ കൃഷിക്ക് മുഖ്യമായി ഉപയോഗിക്കുന്നത് വെർമി കമ്പോസ്റ്റാണ്. ഇതിൻ്റെ നിർമ്മാണ രീതി ഒന്ന് വിശദീകരിക്കാമോ? ഇത് ഒരു 16 അടി നീളം 9 അടി വീതിയുള്ള ഒരു ടാങ്കാണ്. അതിൻ്റെ ഹൈറ്റ് 2.5 അടിയാണ്. 2.5 അടി ഹൈറ്റ് വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതിനകത്തിടുന്ന മണ്ണിര താഴോട്ടും മുകളിലോട്ടും 2 അടിയിൽ കൂടുതൽ സഞ്ചരിക്കത്തില്ല. അതുകൊണ്ടാണ് ആ 2.5 അടി ഹൈറ്റ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ചാലുണ്ടാക്കിയിട്ട് ഇതിൽ വെള്ളം അറച്ച് നിർത്തിയിരിക്കും. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഉറുമ്പ് കയറാതിരിക്കാനാണ്. ഉറുമ്പ് കയറിയാൽ അത് ഇരയെ ആക്രമിക്കും, അങ്ങനെ ഇര നശിച്ചു പോകും. ഇതിൻ്റെ മുകളിലൊരു നെറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എലി അകത്ത് കയറാതിരിക്കാനാണ്. പിന്നെ ഇതിനകത്ത് നിറയ്ക്കുന്നത് പച്ചച്ചാണകം ഇടും. പിന്നെ ഈ കോമ്പൗണ്ടിൽ കിട്ടുന്ന എല്ലാ വേസ്റ്റുകളും കട്ട് ചെയ്ത് ഇതിനകത്തിട്ടും. ഇത് ഒരു 45 ദിവസം ഇങ്ങനെ സൂക്ഷിച്ചിരുന്നാൽ 45 ദിവസം കഴിയുമ്പോഴേക്ക് അത് വളമായിട്ട് മാറും. ആ വളം എടുത്ത് നമ്മൾ കൃഷികൾക്ക് ഉപയോഗിക്കാറുണ്ട്. രോഗപ്രതിരോധത്തിനും ഉൽപാദനശേഷി കൂട്ടാനും ജൈവ ജീവാണുക്കളായ സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ തുടങ്ങിയവയ്ക്ക് പുറമെ ചാണകം, ഗോമൂത്രം, പശുവിൻ പാൽ, തൈര്, നെയ്യ്, കരിക്കിൻ വെള്ളം, ശർക്കര എന്നിവ ചേർത്തുണ്ടാക്കിയ പഞ്ചഗവ്യം എല്ലാ ചെടികൾക്കും വിളകൾക്കും സ്പ്രേ ചെയ്തു കൊടുക്കുന്ന പതിവും ഈ കർഷകനുണ്ട്. കീടങ്ങളെ അകറ്റാൻ വിളകൾക്ക് ചുറ്റിലും ജമന്തിയും തുളസിച്ചെടിയും നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ഇതിനെല്ലാം ഉപരി കാലിത്തൊഴുത്തും കാർഷിക വിളകളും തമ്മിലുള്ള പരസ്പര പൂരക ബന്ധത്തിലെ വിജയമാണ് ഈ ദമ്പതികളുടെ കാർഷിക വിജയം. സ്വന്തമായി പശു വളർത്തൽ ഇല്ലെങ്കിലും ഈ 80 സെന്റ് സ്ഥലത്തു നിന്നുള്ള പുല്ലും മറ്റും അയൽവീട്ടിലെ സുശീലാദേവി വളർത്തുന്ന പശുക്കൾക്കായി പ്രകാശ് നൽകുമ്പോൾ അതിന്റെ ചാണകവും ഗോമൂത്രവും പ്രകാശിന്റെ കൃഷിക്കായി സുശീലാദേവി നൽകിപ്പോരുകയും ചെയ്യുന്നു. ജൈവവളത്തിന് വേണ്ടുന്ന ചാണകം ഇവിടെ തന്നെ പശു ഉണ്ടോ, അതെ പുറത്തുനിന്ന് വാങ്ങുകയാണോ? ഇല്ല, ഇവിടെ പശുപരിപാലനമില്ല. കാരണം 24 മണിക്കൂർ ഞാനിവിടെ ഇല്ല. ഞാൻ പകൽ സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ പശുവിനെ ഇവിടെ വളർത്തുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ അയൽവക്കത്ത് ഈ പുരയിടത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ത്രീ 3 പശുക്കളെ വളർത്തുന്നുണ്ട്. അവരുടെ വീട്ടിൽ കന്നുകാലിയുടെ മുഴുവൻ ചാണകവും ഗോമൂത്രവും ഞാനാണ് കളക്ട് ചെയ്യുന്നത്. അതവിടെ സംഭരിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ചിലവിൽ അവിടെ ഒരു ടാങ്കും കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ ചാണകവും ഗോമൂത്രവും എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് പശുവിനെ വളർത്തേണ്ട ഒരു സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല. അത് ഇങ്ങനെ ചാണകവും ഗോമൂത്രവും കിട്ടുന്നത് എനിക്ക് വളരെ സഹായകരമാണ്. പകരം ഞങ്ങൾ ഇവിടെ ഈ പുരയിടത്തിലുണ്ടാകുന്ന കളകൾ, പോച്ചകൾ, പുല്ലുകൾ എല്ലാം അവർക്കാണ് കൊടുക്കുന്നത്. അതൊരു പകരം എന്ന് പറയാനൊക്കത്തില്ല. അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് വലിയ സഹായം. കൃഷിയിടത്തിലേക്ക് ആവശ്യമായ ജലസേചന സംവിധാനമാണ് പ്രകാശിന്റെ കൃഷിയിലെ മറ്റൊരു പ്രധാന പ്രത്യേകത. നീർത്തട പ്രദേശങ്ങളിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകാശിന്റെ കൃഷിഭൂമിയിൽ മഴക്കാലത്ത് പതിക്കുന്ന ഓരോ തുള്ളി ജലവും പാഴായി പോകാതെ മഴവെള്ള സംഭരണി ഒരുക്കി അതിൽ സംഭരിച്ചാണ് ജലത്തിന്റെ ലഭ്യത സാധ്യമാക്കുന്നത്. 8 അടി നീളത്തിലും 4 അടി വീതിയിലുമുള്ള 2 മഴവെള്ള സംഭരണിയിൽ രോഹു, കട്ല എന്നീ ഇനത്തിൽപ്പെട്ട ഭക്ഷ്യമത്സ്യങ്ങളെയും വളർത്തുന്നുണ്ട് ഈ കർഷകൻ. ജലദൗർലഭ്യം ഏറെ അനുഭവപ്പെട്ടിരുന്ന പ്രകാശിന്റെ മണ്ണിൽ ഇന്ന് തടസ്സമില്ലാത്ത നീരൊഴുക്ക് തന്നെ. തന്റെ കാർഷിക ജീവിതത്തിൽ ജൈവ പച്ചക്കറി കൃഷിക്ക് പരമപ്രാധാന്യം നൽകിപ്പോന്ന പ്രകാശിന് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളുമായി
കുളനട കൃഷിഭവനെത്തിയപ്പോൾ അവരുടെ സഹകരണത്തോടെ മഴമറ കൃഷിയിലേക്കും ഈ ദമ്പതികൾ കടന്നു. ശാസ്ത്രീയ കൃഷിരീതികൾ അവലംബിച്ചു പോരുന്ന പ്രകാശിന് ആധുനിക കാർഷിക യന്ത്രങ്ങളും കൂട്ടിനുണ്ട്. കൃഷിയോട് ഏറെ പ്രതിബദ്ധത പുലർത്തുന്ന ഈ കർഷകന് കാർഷിക വകുപ്പ് സബ്സിഡിയോടെയാണ് ഈ യന്ത്രം നൽകിയത്. പ്ലാസ്റ്റിക് പുത വിരിച്ച് ഡ്രിപ്പ് ലൈനുകളും സ്ഥാപിച്ച് അതിലൂടെ വെള്ളവും വളവും കണിക രൂപത്തിലാണ് വിളകൾക്ക് നൽകുന്നത്. പ്രകാശിന്റെ തോട്ടത്തിൽ പച്ചക്കറികൾക്ക് പുറമെ ചേന, ചേമ്പ്, കപ്പ, വിവിധതരം കാച്ചിൽ തുടങ്ങിയ കിഴങ്ങുവർഗ്ഗ വിളകളും കൃഷി ചെയ്യുന്നുണ്ട്. സീസൺ അനുസരിച്ച് കോളിഫ്ലവർ, കാബേജ്, കാരറ്റ് എന്നിവയും കൃഷി ചെയ്തു വരുന്നു. എല്ലാ മാസവും വിളവെടുപ്പ് നടത്താവുന്ന രീതിയാണ് കൃഷി ക്രമീകരിച്ചിട്ടുള്ളത്. വാട്ടരോഗത്തെ പ്രതിരോധിക്കാൻ സ്വന്തമായി ഗ്രാഫ്റ്റ് ചെയ്ത പച്ചക്കറി തൈകളാണ് പ്രകാശ് തന്റെ കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നത്. വാട്ടരോഗത്തെ പ്രതിരോധിക്കാനുള്ള ഗ്രാഫ്റ്റിംഗ് രീതി ഒന്ന് വിശദീകരിക്കാമോ? പച്ചക്കറികളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു രോഗമാണ് വാട്ടരോഗം. വാട്ടരോഗത്തെ പ്രതിരോധിക്കാനായി നമ്മൾ ഗ്രാഫ്റ്റ് തൈകൾ ഉപയോഗിക്കുന്നു. ഗ്രാഫ്റ്റ് തൈ ഉണ്ടാക്കാനായിട്ട് 2 രീതിയിലുള്ള വിത്തുകളാണ് നമുക്ക് വേണ്ടുന്നത്. അതായത് റൂട്ട് ഭാഗം ഒന്നും സയൺ എന്ന് പറയുന്ന മുകൾ ഭാഗവും. റൂട്ട് ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ ചുണ്ട, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിയുള്ള വഴുതന, അതുപോലെ രോഗപ്രതിരോധ ശേഷിയുള്ള പച്ചമുളക്, ഇവയാണ് റൂട്ടായിട്ട് ഉപയോഗിക്കുന്നത്. അത് റൂട്ടായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഹൈബ്രിഡ് വിത്തുകൾ മുളപ്പിച്ച് അതിൻ്റെ തൈ ചേർത്ത് വെച്ച് ഒരു ക്ലിപ്പിട്ട് വളർത്തുന്ന രീതിയാണ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് റൂട്ടായിട്ട് ഉപയോഗിക്കുന്ന പച്ചമുളകാണ്. ഈ വിത്തിൻ്റെ പേര് ഉജ്ജ്വല എന്നാണ്. ഇതിന് മണ്ണിന് വാട്ടരോഗം പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്, എന്നാൽ വിളവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ റൂട്ടായിട്ട് നമ്മൾ ഉജ്ജ്വല ഉപയോഗിക്കും. അതിൻ്റെ മുകൾ ഭാഗം സയണായിട്ട് നമ്മൾ ഹൈബ്രിഡ് വിത്തുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് വിത്ത് പാകി ഒരു 10 കഴിയുമ്പോഴാണ് ഇതിൻ്റെ സയൺ വിത്ത് പാകുന്നത്. ഇത് രണ്ടും ഏകദേശം ഇതിൻ്റെ തണ്ട് ഒരേ അളവിൽ വരുമ്പോൾ നമ്മൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്യും. ഉദാഹരണത്തിന് ഈ പച്ചമുളക് മുകളിൽ വെച്ച് 2 മുറിച്ച് കഴിഞ്ഞിട്ട് ബ്ലേഡ് ഉപയോഗിച്ച് ഇതിൻ്റെ തണ്ട് 2ആയിട്ട് പുളർക്കും. ഹൈബ്രിഡ് ഇനത്തിലുള്ള പച്ചമുളകിൻ്റെ തണ്ട് മുറിച്ച് ഇലകൾ ചെത്തിക്കളഞ്ഞ് ഇതിൻ്റെ അറ്റം ചെറുതായി 2 ഓർമ്പിച്ചിട്ട് ഈ തണ്ടിനകത്തോട്ട് വെച്ച് ഈ ക്ലിപ്പ് വെച്ച് മുറുക്കും. ഇത് ഇനി ഒരു 10 ദിവസത്തോളം ചേമ്പറിനകത്ത് സൂക്ഷിച്ച് ഇതിൻ്റെ അന്തരീക്ഷ ഊഷ്മം കൺട്രോൾ ചെയ്ത് നല്ലവണ്ണം നനച്ചു കൊടുത്ത് ഈ രീതിയിൽ ഒരു 10 ദിവസം ഇരുന്നാൽ ഈ 2 തടികൾ തമ്മിൽ ഒന്നായിട്ട് അത് വളർന്നു വരും. കൃഷിയിൽ താൽപ്പര്യപ്പെട്ട് കോമളത്ത് അഗ്രോ ഫാമിൽ വരുന്നവർക്ക് വിത്തുകളും തൈകളും സൗജന്യമായും ഈ ദമ്പതികൾ നൽകിപ്പോരുന്നു. ഭർത്താവും ഒന്നിച്ചുള്ള കാർഷിക ജീവിതത്തിൽ ചേച്ചി എന്തൊക്കെ സഹായങ്ങളാണ് അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇവിടെ വന്നാൽ എന്നാൽ കഴിയുന്ന എല്ലാ പണികളും ചെയ്യുന്നുണ്ട്. പിന്നെ കൃഷിയിൽ താൽപ്പര്യപ്പെട്ട് കോമളത്ത് അഗ്രോ ഫാമിൽ വരുന്നവർക്ക് വിത്തുകളും തൈകളും സൗജന്യമായും ഈ ദമ്പതികൾ നൽകിപ്പോരുന്നു. ഭർത്താവും ഒന്നിച്ചുള്ള കാർഷിക ജീവിതത്തിൽ ചേച്ചി എന്തൊക്കെ സഹായങ്ങളാണ് അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇവിടെ വന്നാൽ എന്നാൽ കഴിയുന്ന എല്ലാ പണികളും ചെയ്യുന്നുണ്ട്. പിന്നെ വിളവെടുക്കാനും വിത്തിടാനും വെള്ളമൊഴിക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാനൊപ്പമുണ്ട്. സാധാരണ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇതിൻ്റെ വിപണനം. സാർ ഇതിൻ്റെ വിപണി എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഞങ്ങൾ 20 കർഷകർ കൂടെ ചേർന്ന് ഒരു ക്ലസ്റ്റർ രൂപീകരിച്ചിട്ടുണ്ട്. വിളയാടിശ്ശേരിൽപ്പടി കർഷക സഹകരണ സംഘം എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ മേൽനോട്ടത്തിൽ ഞങ്ങളൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് പച്ചക്കറി വിപണന കേന്ദ്രം തുറന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ എല്ലാ കർഷകരും ഉള്ള കാർഷിക വിളകൾ കടകളിൽ കൊണ്ട് കൊടുക്കും. അത് ആ കട മുഖാന്തരം കച്ചവടം. ഒരുപാട് അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ ഇവിടെ താഴെ VFCKയുടെ ഓപ്ഷൻ സെൻ്ററുണ്ട്.
അവിടെ കൊടുത്താൽ അവിടുന്ന് എല്ലാ ആഴ്ചയിൽ 2 ദിവസം അവിടെ ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനിൽ കൂടെ വിറ്റ് പോകും. സമഗ്ര പച്ചക്കറി വികസന പദ്ധതി പ്രകാരം 2014-2015 സ്ഥാപിതമായ കുളനടയ്ക്കടുത്തുള്ള വിളയാടിശ്ശേരിപ്പടി നാടൻ പച്ചക്കറി സംഭരണ വിതരണ കേന്ദ്രം വഴിയാണ് പ്രകാശ് തന്റെ ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുപോരുന്നത്. മറ്റ് ജൈവ കർഷകരുടെ ഉൽപ്പന്നങ്ങളും വിൽപ്പനയ്ക്കായി ഇവിടെ എത്തുന്നു. ക്ലസ്റ്ററിന്റെ തന്നെ കീഴിലുള്ള ഹരിത ബയോസ്റ്റോർ വഴി കർഷകർക്ക് ആവശ്യമായ ജൈവ കീടനാശിനി, ജൈവവളങ്ങൾ, സൂക്ഷ്മാണുവളങ്ങൾ, വിത്തുകൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവയും വിൽക്കുന്നു. കുളനട ഗ്രാമത്തിൽ ഒരു സമഗ്ര പച്ചക്കറി കൃഷി വിജയത്തിലെത്തിച്ചു എന്നതാണ് പ്രകാശ് സുധാറാണി ദമ്പതികളെ ശ്രദ്ധേയരാക്കുന്നത്. 80 സെന്റ് വിസ്തൃതിയുള്ള കൃഷിയിടത്തിൽ ഏതാണ്ട് 2 വർഷം മാത്രമെടുത്താണ് ഈ വിജയഗാഥ ഇവർ തീർത്തത്. ഓരോ ദിനത്തിലും കൃഷിഭൂമിയിലെത്തി കാർഷിക വിളകളെ വാത്സല്യത്തോടെ പരിപാലിച്ച് മണ്ണ് കനിഞ്ഞു നൽകുന്ന വിളവുകൾ സ്നേഹത്തോടെ ഏറ്റുവാങ്ങി പിറ്റേന്ന് വരാമെന്ന് ഉറപ്പു നൽകി കൃഷിയിടത്തിൽ നിന്നും മടങ്ങുന്ന പ്രകാശും സുധാറാണിയും നമ്മുടെ കാർഷിക മേഖലയ്ക്കേകുന്നത് ഒന്നുമാത്രം: മണ്ണിനെ സ്നേഹിക്കാനുള്ള ഹൃദയമന്ത്രം.